4 മണി ചായക്കൊക്കെ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ അയിമോൾക്ക് ഭയങ്കര നാണായിട്ട് വയ്യ കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ. എങ്ങനെയായിട്ടാ ഇഷ്ടായാ ഇഷ്ടായാ നിധിക്കുട്ടിക്ക് ഇഷ്ടായാ? ഇനി വേണോ? അപ്പോൾ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു 6 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മഞ്ഞുണ്ണി മുഴുവനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി എല്ലാവരും മുറിച്ചെടുത്തതിന് ശേഷം ആ മഞ്ഞുണ്ണിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും, ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ആദ്യം ഒന്ന് ചേർത്തിട്ട് പൊടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ, ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, പാകത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ ഇതെല്ലാവരും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ എല്ലാവരും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില അത് വേണമെങ്കിൽ നുറുക്കി വെക്കാം, പക്ഷെ ഞാനൊരില അങ്ങനെ നെയ്റ്റായിട്ടാണ് വെച്ച് കൊടുക്കണത്. പിന്നെ ബ്രെഡ് ക്രംസ്, പിന്നെ ഒരു കോഴിമുട്ട ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട്, ആ ഒരു മുട്ടയ്ക്ക് വേണ്ട ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. അതും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് അവിടെ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി, സിമ്പിളല്ലേ. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട് ഈ മുട്ടയിലേക്കൊന്ന് മുക്കുക. അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്കൊന്ന് മുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്കൊന്ന് മുക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചൂടായി കിടക്കണ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ സംഭവം കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അതേ ബാക്കിയുള്ള എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിന് കോരിയെടുക്കണം കേട്ടോ. ഇനി പൊരിച്ചെടുക്കണ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ എളുപ്പമാണ് കേട്ടോ കാര്യം. നമ്മൾ മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോ സ്പൂൺ കോരി ഇങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു മിക്സിലേക്ക് ഇപ്പോൾ മയോണൈസും കുരുമുളക് പൊടിയൊക്കെ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ, ഇനി ഗാർലിക്കിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക്കിൻ്റെ പൊടിയോ, അങ്ങനെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അവസാനം അതിൻ്റെ മുകളിലേക്ക് ഈ മല്ലിയിലയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.